നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷേ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലത്തിനല്ല. ഫലങ്ങളിൽ ആസക്തിയില്ലാതെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന്റെ തത്വം പഠിപ്പിക്കുന്നു. പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഫലങ്ങളില്ല. ആയിരക്കണക്കിന് പുരുഷന്മാരിൽ ഒരാൾക്ക് പരിപൂർണതയ്ക്കായി പരിശ്രമിക്കാം. ആത്മീയ സാക്ഷാത്കാരത്തിന്റെ അപൂർവതയും ആത്മീയമായ പരിശ്രമത്തിൽ സമർപ്പണത്തിന്റെ ആവശ്യകതയും എടുത്തുകാണിക്കുന്നു. പ്രബുദ്ധതയുടെ അപൂർവതയ്ക്ക് ഊന്നൽ നൽകുന്നു. ആത്മാവ് ജനിക്കുന്നില്ല, മരിക്കുകയുമില്ല. ആത്മാവിന്റെ ശാശ്വതവും അമർത്യവുമായ സ്വഭാവം വിവരിക്കുന്നു. ആത്മാവിനെക്കുറിച്ചുള്ള പ്രധാന പഠിപ്പിക്കൽ ആത്മാവ്. ആഗ്രഹവും കോപവുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ആന്തരിക സമാധാനത്തിനും ആത്മീയ പുരോഗതിക്കും വികാരങ്ങളെ നിയന്ത്രിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ആത്മീയ വളർച്ചയുടെ താക്കോലാണ് മനസ്സിന്റെ നിയന്ത്രണം. ധ്യാനത്തിൽ പ്രാവീണ്യം നേടുമ്പോൾ മനസ്കാറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന ഒരു ജ്വാലയെപ്പോലെ അചഞ്ചലമാണ്. ധ്യാനത്തിലൂടെ നേടിയെടുക്കുന്ന ശ്രദ്ധയുടെയും ശാന്തിയുടെയും പ്രാധാന്യം പഠിപ്പിക്കുന്നു. മാനസിക ശ്രദ്ധയ്ക്കായി ധ്യാനം പരിശീലിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഉള്ളടക്കത്തിന് ഈ വീഡിയോ പോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക.